ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. പച്ചച്ചെമ്മീൻ എങ്ങനെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കിലോ ചെമ്മീൻ നമ്മളിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് പാകത്തിനും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജുള്ളവർക്ക് അതിൽ തണുപ്പിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ വെച്ചാലും മതി. ഇനി നമുക്കിത് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് 1 സ്പൂൺ ജീരകം പൊടിച്ചതും, അതായത് വലിയ ജീരകം, പെരുംജീരകം പൊടിച്ചതും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റാക്കിയത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും ഗരം മസാല 1/2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലയെല്ലാം ഒരുവിധമായി. ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ചെമ്മീനെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ച് ചെമ്മീനെടുത്ത് ഇട്ട് കൊടുക്കാം. ചെമ്മീനെല്ലാം നന്നായിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. തിരിച്ചും മറിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാലക്കൂട്ടിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ 2 പീസ് ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം അങ്ങനെ നമ്മുടെ പച്ച ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടില്ലേ, സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. കണ്ടില്ലേ, സൂപ്പറായി വന്നിട്ടുണ്ട്. നോക്കൂ, പച്ച ചെമ്മീൻ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ആണത്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി.